മുണ്ടെടുത്ത മോദിയാണ് പിണറായി വിജയൻ എന്ന പ്രയോഗം ഇന്ന് എല്ലാവർക്കും സുപരിചിതമാണ്. അത് തെളിയിക്കുന്ന ഒന്നാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന പുതിയ മന്ത്രിയുടെ വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ. ആദിവാസി മന്ത്രി കേളുവിൻ്റെ 2 വകുപ്പുകൾ, പ്രത്യേകിച്ചും ദേവസ്വം വകുപ്പ് എടുത്തു മാറ്റിയ നടപടി. ഇതിന് തുല്യമായ നടപടിയാണ് ലോക്സഭ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ, എംപിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രോട്ടേം സ്പീക്കറായി യഥാർത്ഥത്തിൽ നിയോഗിക്കപ്പെടേണ്ടത് കോൺഗ്രസിൻ്റെ നേതാവായ കൊടിക്കുന്നിൽ സുരേഷാണ്. 8 പ്രാവശ്യം പാർലമെൻറ്റിലെത്തിയ കൊടിക്കുന്നിൽ സുരേഷാണ്, ദളിതനായ ഈ പ്രതിനിധിയാണ് യഥാർത്ഥത്തിൽ പ്രോട്ടേം സ്പീക്കറായി സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ടത്. സഭ നിയന്ത്രിക്കേണ്ട കടമയും അത് കഴിഞ്ഞ് സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതും ഈ പ്രോട്ടേം സ്പീക്കറാണ്. എന്നാൽ 7 പ്രാവശ്യം പാർലമെൻറ്റിലേക്ക് എത്തിയ BJP MPയെയാണ് ഇപ്പോൾ പ്രോട്ടേം സ്പീക്കറായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് സവർണാധിപത്യത്തോട് ഉള്ള മോദിയുടെ അല്ലെങ്കിൽ BJPയുടെ പക്ഷപാതപരമായ നിലപാട്. എന്ത് അയോഗ്യതയാണ് കൊടിക്കുന്നിൽ സുരേഷിനുള്ളത്? അദ്ദേഹം 8 പ്രാവശ്യം കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതാണോ? കോൺഗ്രസ്സുകാരനായതാണോ? അതേ ദളിതനായതാണോ? അതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ PK ജയലക്ഷ്മി UDFൻ്റെ മന്ത്രിയായിട്ടുണ്ട്, ആദിവാസി മന്ത്രിയായിട്ടുണ്ട്, വയനാട്ടിൽ നിന്ന് തന്നെ. അവരെ തോൽപ്പിച്ചുകൊണ്ടാണ് കേളു നിയമസഭയിലെത്തിയത്, മാനന്തവാടിയിൽ നിന്ന്. അപ്പോൾ കേളുവിന് മന്ത്രിസ്ഥാനം നൽകിക്കൊണ്ട് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ ഒരു നല്ല നടപടി പിണറായി സർക്കാർ സ്വീകരിച്ചു. പക്ഷേ നല്ല നടപടി സ്വീകരിച്ചപ്പോൾ തന്നെ ആ വകുപ്പിൻ്റെ ഏറ്റവും പ്രസക്തമായ 2 ഭാഗങ്ങൾ വെട്ടിമാറ്റി അത് മന്ത്രി വാസവനും മന്ത്രി രാജേഷനും നൽകിക്കൊണ്ടാണ് ഇവിടെ നടപടി ഉണ്ടായത്. സത്യത്തിൽ ആദിവാസി ഒരു മന്ത്രിയാകുന്നു എന്ന് അഭിമാനപൂർവ്വം പറയാനുള്ള ഒരു അവസരം ആണ് മുണ്ടെടുത്ത മോഡി നഷ്ടപ്പെടുത്തിയത്. ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ മാധ്യമങ്ങളിലൂടെയും പ്രതിപക്ഷ കക്ഷികളും എല്ലാം പൊതുസമൂഹവുമൊക്കെ ഉയർത്തിയിട്ടുണ്ട്. ഒരു പുനർചിന്ത ഈ സർക്കാരിന് ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാം. കാരണം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു കറവപ്പശുവാണ്. കാരണം കോടാനുകോടി വരുമാനമുള്ള ശബരിമലയടക്കം ദേവസ്വത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ ആ മന്ത്രിക്ക് ഉള്ള സ്വാധീനവും ഇടപെടാനുള്ള അവസരങ്ങളും വളരെ വലുതാണ്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ശബരിമല എന്നും കേരളത്തിലെ വളരെ സെൻസിറ്റീവായ ഒരു ദേവാലയം തന്നെയാണ്. അപ്പോൾ ആ ശബരിമലയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരു ആദിവാസി മന്ത്രി നിയോഗിക്കപ്പെട്ടാൽ എന്താണ് അപാകത? അപ്പോൾ ആദിവാസിയായാലും ദളിതനായാലും അവർക്ക് ബുദ്ധി കുറവാണ്, അവർക്ക് പ്രാഗൽഭ്യം കുറവാണ് എന്ന ആ സവർണ ചിന്തയുടെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഗൗരവമായ ഈ തെറ്റ് തിരുത്താൻ ഇവർക്ക് കഴിയണം. ഇപ്പോൾ വന്നിരിക്കുന്ന ഔദ്യോഗികമായ ചില വിശദീകരണങ്ങൾ എന്തെന്ന് വെച്ചാൽ 2 കൊല്ലമേ അവശേഷിക്കുന്നുള്ളൂ. കേളുവിനെ പോലെ ഒരു മന്ത്രിക്ക് പട്ടികക്ഷേമ വകുപ്പ് മാത്രമേ നോക്കാൻ കഴിയൂ. കാലാകാലങ്ങളായി പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഭരിക്കുന്നത്. അപ്പോൾ വളരെ പ്രഗത്ഭൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന AK ബാലൻ 2 പ്രാവശ്യം ഭരിച്ച വകുപ്പാണത്. K രാധാകൃഷ്ണൻ ഭരിച്ച വകുപ്പാണ്. അപ്പോൾ K രാധാകൃഷ്ണനെയും AK ബാലനും എല്ലാം ഭരിച്ചിട്ടും ഫലപ്രദമാകാത്ത ഒരു വകുപ്പ് കേളുവിന് നൽകുമ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കാനാണത്രേ ഇത് ചെയ്തത്. AK ബാലൻ മന്ത്രിയായിരുന്ന കാലത്ത് പട്ടികവർഗ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നതിനേക്കാൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് കേൾക്കാനും പറയാനുമായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. മന്ത്രി രാധാകൃഷ്ണന് പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും
ഈ ഒരു കാപട്യം തിരുത്താൻ ഇടതുപക്ഷ സർക്കാരിന് കഴിയണം.